ഹലോ വെൽക്കം ബാക്ക് ടു നിതീസ് വേൾഡ്. എൻ്റെ കൂടെ വേറൊരാളും കൂടെ ഇതിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ പയറാണ് പറിക്കുന്നത്. പയർ നമുക്ക് കുറച്ചാണ് പ്രൊഡക്ഷൻ ഉള്ളത്. അതിന് കാരണക്കാർ നമ്മൾ തന്നെയാണ്. മിണ്ടല്ലേ. അതിനെന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇത് പന്തൽ കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നോട് കോമ്പീറ്റ് ചെയ്യാൻ തോന്നുന്നില്ല. ഞാനിവിടുന്ന് മാറി ഇരിക്കേണ്ടി വരുമോ? അപ്പം പന്തൽ കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇത് പടരും കേട്ടോ. പടരുന്ന സമയത്ത് കുറേ പയറുണ്ടാവും. നമുക്ക് എന്തായാലും ഇവിടുന്ന് മാറാം. അപ്പം ഇത്തവണ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വടിക്കഷ്ണം നല്ല ഉറപ്പുള്ള മരക്കഷ്ണമൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് PVC പൈപ്പ് അങ്ങനെ വെച്ചത്. ടീ ജോയിൻ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കണക്ട് ചെയ്തപ്പം ഉലഞ്ഞ് വീണ് പോവുക. അപ്പം വലിയ കാര്യമില്ല എന്ന് തോന്നിയപ്പോൾ ഒഴിവാക്കി. നോർമലി അങ്ങനെ വെച്ചു. പടർത്തുന്ന സമയത്ത് കുറേ കായ ഉണ്ടാവും. ഇതിപ്പം ഉറുമ്പൊക്കെ തിന്ന് വളരെ കുറച്ച് ഇതിൽ കാര്യമായിട്ട് കായുള്ളൂ. അപ്പം അമ്മ പറിക്കുന്നുണ്ട്. നമ്മൾ വേറൊരു ചെറിയൊരു വള്ളിയും കൂടി ഉണ്ട്. അതിലും കൂടി കിട്ടുന്നതും കൂടി കൂട്ടിയിട്ട് നമുക്കൊരു ഉപ്പേരിക്കുള്ളത് ഒപ്പിക്കാം എന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ നോർമലുള്ള ആ ഒരു ലെവലിലൊന്നും ഇല്ല കേട്ടോ. നമുക്കിത്തവണ പയർ അതുപോലെ തന്നെ എല്ലാം ഇപ്രാവശ്യം കുറച്ച് കുറവാണ്. ഞാൻ അത്യാവശ്യം ലേറ്റായിട്ടാണ് ഈ വർഷം തുടങ്ങിയത്. പിന്നെ മഴയുടെ ഒരു പ്രശ്നം ഒക്കെ വന്നതോടുകൂടി എല്ലാം പോയി. പിന്നെ റീസ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് നന്നായിട്ട് ലേറ്റായിപ്പോയി. പക്ഷേ ഈ സമ്മർ അടിപൊളിയാണ് കേട്ടോ. ഈ വെജിറ്റബിൾസ് ഉണ്ടാക്കാൻ നല്ല നനയുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് തക്കാളി ഉണ്ടായിട്ടുണ്ട്, കുറച്ച് പയറും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരുപാടൊന്നുമില്ല, നമ്മുടെ ആവശ്യത്തിനുള്ളതേ ഉള്ളൂ കേട്ടോ. കുറച്ചാണ്. പക്ഷെ എന്നാലും നമ്മൾ നട്ടിട്ട് നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര ഒരു അടിപൊളിയാണല്ലോ. അപ്പം നമ്മൾ ഇന്ന് കറി വെക്കുന്നത് മുരിങ്ങയുടെ ഇലയും അതുപോലെ തന്നെ ഉപ്പേരി വെക്കുന്നത് നമുക്കിവിടെ ഉണ്ടായ പയറും അതിൻ്റെ കൂടെ ഒരു അമരയുണ്ട്, അതുപോലെ ഒരു വെണ്ടയ്ക്കുണ്ട്. അപ്പോൾ എല്ലാം കൂടെ മുറിച്ചിടുകയാണ്. എന്തായാലും കുഴപ്പമില്ല, പെസ്റ്റിസൈഡ് ഫ്രീ ആണ്. പിന്നെ ഹാംഫുൾ ഫെർട്ടിലൈസേഴ്സ് ഒന്നുമില്ല. അപ്പം എന്തായാലും നമുക്കൊരു ഫാം ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടുകയാണല്ലോ. നമ്മുടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ വീടുണ്ടാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നിർബന്ധമായിരുന്നു പച്ചക്കറി നടാൻ വേണ്ടിയിട്ടൊരു സ്പേസ് വേണം. അത് നമുക്ക് ഫ്രണ്ടിലോട്ട് വേണ്ട, വീടിൻ്റെ സൈഡിലോ ബാക്കിലോ എവിടെയെങ്കിലായിട്ട് മതി. അപ്പോൾ നമുക്ക് വെജിറ്റബിളിൻ്റെ വേസ്റ്റൊക്കെ ഇടുമ്പം ഫ്രണ്ടിലേക്ക് ഒരു വിധത്തിലും അത് അഫക്റ്റ് ചെയ്യരുത്. അത് കാണുകയോ അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് വരാത്ത രീതിയിൽ വേണം എന്നുള്ളത് അന്ന് അങ്ങനെ ഡിസൈൻ ചെയ്തുകൊണ്ട് അത് ഭയങ്കര അടിപൊളിയായിട്ടോ. നമുക്ക് എന്തെങ്കിലുമായിട്ട് മുളകായിട്ടോ അല്ലെങ്കിൽ അധികം നമുക്ക് വലിയ മെയിൻ്റനൻസ് ഇല്ലാണ്ട് കിട്ടാറുള്ളത് മുളകാണ്. മുളക് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ളതൊക്കെ കിട്ടാറുണ്ട്. പിന്നെ ചില സമയത്ത് പയറായിട്ടോ വെണ്ടയായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും. നമ്മുടെ സ്ഥിരം ഏരിയ ആണിത്. നിലത്ത് നടാനാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഏരൊക്കെ ഉണ്ടാക്കിയിട്ട്. പക്ഷേ ഈ മണ്ണ് അത്രയും ഫെർട്ടൈലല്ല. അപ്പം നമുക്ക് ഇത് പിന്നെ നല്ല നീർവാർച്ചയുള്ള ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര സ്റ്റിക്കി ആയിട്ട് നിൽക്കും. പ്ലോട്ടായിട്ടുള്ള പറമ്പാണ്. അപ്പം നമ്മളതൊരു മിഡിൽ പോർഷനാണ്. അപ്പം വെള്ളം എപ്പോഴും അങ്ങനെ മഴ അധികം പെയ്താൽ തങ്ങി നിൽക്കുന്നൊരു ടൈപ്പ് സോയിലാണ്. അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഗ്രോ ബാഗ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല. അങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യം ഒരു ട്രയൽ ആൻഡ് എറർ എന്നാണല്ലോ നമ്മൾ പഠിക്കാം. അങ്ങനെ ഗ്രോ ബാഗ് ആകുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ എനിക്ക് പ്ലാസ്റ്റിക് യൂസ് ചെയ്യാൻ താല്പര്യമില്ല. പക്ഷെ എന്നാലും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന വളം പ്രോപ്പറായിട്ട് നമ്മൾ ആ ഒരു പ്ലാന്റിന് കിട്ടും. അതല്ല നമ്മൾ മണ്ണിലേക്ക് ഒഴിക്കുന്ന സമയത്ത് അത് മണ്ണിലാണ് വരുന്നതെങ്കിലും പോലും നമുക്ക് ആ ഒരു സ്പെസിഫിക് പ്ലാന്റിന് അത് മൊത്തമായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. അങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്ലാനിലേക്ക് വന്നത്. പക്ഷെ ഇത് സക്സസ് ആണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ സക്സസ് ആണ്. പിന്നെ നമ്മൾ കുറേ നാളായിട്ട് ഇത് തിരിഞ്ഞു നോക്കാറുണ്ടായിരുന്നില്ല, ജസ്റ്റ് നനച്ച് തൊട്ട് പോകാറായിരുന്നു. അതുകൊണ്ടുള്ള ഒരു തക്കാളിയുടെ വലിപ്പത്തിന് കുറവ്, പയറിൻ്റെ എണ്ണത്തിന് കുറവ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡെയിലി റെഗുലർ ബേസിൽ തന്നെ നോക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇലയൊക്കെ നല്ല രീതിയിൽ മോശമായിട്ടുണ്ട്. അപ്പോൾ അമ്മ തക്കാളി പറിക്കാൻ വരുന്ന സമയത്താണ് ക്യാബേജ് ഫുള്ള് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പം ഇപ്പം പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് എല്ലാവരും കൂടെ കൂടുമല്ലോ. ആർക്കും ഹറിബറി മോർണിംഗ് ഇല്ലല്ലോ. അപ്പം നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് നടാൻ വേണ്ടി ഇറങ്ങുക. ഈ കാണുന്ന മഞ്ഞ വഴുതനയില്ലേ, ഇത് ചെറുതാണ് ഉണ്ടാവുക, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് ഈ മഞ്ഞ വഴുതന പൊരിച്ചാൽ. പൊതുവേ വഴുതന എന്ന് പറയുന്നത് ഒരു വികാരമില്ലാത്ത പച്ചക്കറിയാണ്. പക്ഷെ ഇത് ചൂടോടെ പൊരിച്ച് കഴിക്കാൻ ടേസ്റ്റാണ്. ഈ മഞ്ഞ വഴുതന പ്രത്യേകിച്ച് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ ഇത് വലിപ്പം ഉണ്ടാവില്ല, അതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. വലിപ്പം കുറവായിരിക്കും, പക്ഷെ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ തക്കാളിയാണ്. തക്കാളി ചെറുതായതൊന്നും പറിക്കുന്നില്ല, ചുവന്ന കളറുള്ളത് മാത്രമേ പറിക്കുന്നുള്ളൂ കേട്ടോ. ഒരു 4-5 എണ്ണമൊക്കെ കിട്ടും, നമുക്കൊരു കറി വെക്കാനുള്ളതൊക്കെ കിട്ടും. പിന്നെ ഞാൻ കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്. എന്നെ നോക്കി വിളിക്കുന്നുണ്ട്, അതാട്ടോ ഞാൻ ഇങ്ങോട്ട് വന്ന്. നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഓൾറെഡി അറിയാമല്ലോ ഇവിടെ ആളുണ്ട് എന്നുള്ളത്. അപ്പം നമ്മുടെ ചെറിയൊരു ഗാർഡൻ സ്പേസും ഇതിനോട് അടുത്ത് തന്നെ ഉണ്ട്.
ഇതിങ്ങനെയാണ് കേട്ടോ. ഒരു മുരിങ്ങ മരം ഉണ്ട്, 2 മുരിങ്ങയുടെ 4-5 നട്ടിട്ടുണ്ടായിരുന്നു. പിടിച്ചത് 2 അതിൽ അത്യാവശ്യം ലീഫുണ്ട്. നമ്മൾ കറി വെക്കാനൊക്കെ പറിക്കാറുണ്ട്. പിന്നെ തേങ്ങ ഇതാ ഇങ്ങനെ ചെറുതായിട്ടുണ്ടായി വരുന്നുണ്ട്. തേങ്ങയ്ക്ക് നമ്മളെന്ന് വെച്ചാൽ വേസ്റ്റൊക്കെ അങ്ങനെ ഒഴിക്കുക ചെയ്യാറുള്ളത്, ബക്കറ്റിലേക്ക് മാറ്റാറൊന്നുമില്ല. ഈ കാണുന്നത് നമ്മളൊരു കവുങ്ങ് ഒന്ന് വലുതായി വരുന്നുണ്ട്. അപ്പം പയർ ഒന്ന് അതിലേക്ക് കെട്ടിക്കൊടുത്തതാണ്. ഇതിലൊക്കെ കുറവാട്ടോ പ്രൊഡക്ഷൻ. പിന്നെ ഈ കാണുന്ന വഴുതനത്തൈ ഒരുപാട് പഴയതാണ്, ഒരു 2 ഇയേഴ്സൊക്കെ ആയി. പക്ഷെ പ്രൂൺ ചെയ്ത് വെക്കുന്നതുകൊണ്ട് അതിലിപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് ലീഫ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ പ്രൊഡക്ഷൻ കുറവാണ്. അതിൽ ചില സമയത്ത് ഉണ്ടാകുമ്പോൾ ഒരു 4-5 വഴുതന ഒരുമിച്ചുണ്ടാവും. പിന്നെ കുറേ കാലത്തേക്കൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ അമ്മ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറി ഓൾറെഡി നമ്മൾ പറിച്ചു. അപ്പം കറി വെക്കാൻ വേണ്ടി ഇന്ന് ചക്കക്കുരു മുരിങ്ങയുടെ ഇലയും കൂടെ ഇട്ടിട്ട് കറി വെക്കാൻ വേണ്ടി മുരിങ്ങയില പറിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് മൊത്തം നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ കറി വെക്കാനൊക്കെ എടുക്കുന്നത്. പപ്പായ കംപ്ലീറ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി നമുക്ക് പപ്പായയുടെ സീഡ് കിട്ടിയതുകൊണ്ട് നമ്മൾ മുളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2-3 മാറ്റി നട്ട് നോക്കി. വെയിലിൻ്റെ ഇതുകൊണ്ടെന്ന് തോന്നുന്നു പിടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഈ പുതിയ തൈ എടുത്തിട്ട് നമുക്ക് വീണ്ടും മാറ്റി നടണം. കുഴപ്പമില്ല, നമ്മൾ ഒരുപാട് മുളപ്പിച്ചുകൊണ്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ ഈ സ്ലറിയുടെ ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. നമ്മൾ ഓൾറെഡി പ്രീവിയസ് വീഡിയോയിലൊക്കെ നമ്മൾ എങ്ങനെയാണ് വെജിറ്റബിൾ വേസ്റ്റ് നല്ല രീതിയിൽ അത് സ്ലറി ആക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈസി ആയിട്ട് കേട്ടോ, ഒരു വേസ്റ്റ് ബക്കറ്റ് മാത്രം മതി. പിന്നെ നമ്മുടെ ചീര നമ്മൾ പിന്നെ 2ാമത് വന്നിട്ടില്ല, അതിനി നല്ല രീതിയിലൊന്ന് റെഡിയാക്കി എടുക്കണം. ചീരയുടെ സെഷനാണ് ഈ കാണുന്നത്. മുളക് പിന്നെ ഓൾറെഡി നമ്മൾ പറിക്കുന്നുണ്ട്. പുതിന പിന്നെ ഞാൻ അധികം ചട്ടിയിൽ നട്ടിട്ടില്ല കേട്ടോ, കാരണം നമുക്കധികം പുതിനയുടെ ഒരു റിക്വയർമെൻറ്റ് വരുന്നില്ലല്ലോ. ഇതാണ് കേട്ടോ നിച്ചും കൂടെ ഇന്ന് മോർണിംഗ് റെഡിയാക്കി എടുത്ത ഗാർഡൻ. അടിപൊളിയായിട്ടുണ്ടല്ലേ. അപ്പം പിള്ളേർ സ്കൂൾ പൂട്ടിയോണ്ട് ഇതിന് നല്ല ആക്റ്റീവാണ്. ഞാൻ ഫോൺ അധികം കൊടുക്കാത്തതുകൊണ്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ കറങ്ങിത്തിരിയും. പിന്നെ ലുഡോ ബോർഡ് കളിക്കും. അപ്പം നിങ്ങൾക്കും ഒരു അടിപൊളി വെക്കേഷൻ ആവട്ടെ. ഈ പ്രാവശ്യത്തെ വെക്കേഷൻ എല്ലാവരും ഫ്രൂട്ട്ഫുള്ളായിട്ട് യൂസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ട